ഈ സേഫ് സോൺ ഏറ്റവും ഡേഞ്ചർ. നമ്മളെ ഏറ്റവും സുഖം കിട്ടുന്ന പണി എവിടെയാണോ അവിടെ തന്നെ നിന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു കാലത്തും ഗതി പിടിക്കില്ല. പാവപ്പെട്ടവനായിട്ട് ജനിക്കുന്നത് ആരുടെയും കുറ്റമല്ല, പക്ഷെ പാവപ്പെട്ടവനായിട്ട് തന്നെ മരിക്കുന്നതേ അത് നമ്മുടെ മാത്രം കുറ്റമാണ്. നമ്മുടെ മുന്നിൽ എല്ലാം ഉണ്ട്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം. എന്തായാലും നാളെ തൊട്ട് ഞാനും ജോലിക്ക് പോകും. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ? നോക്കേട്ടാ, ഒരു മാസം പണിക്ക് പോയപ്പോൾ 8000 കയ്യിൽ കിട്ടി. ഇതിപ്പോൾ അടുത്തായതുകൊണ്ട് ബസ്സിനും പോകണ്ട, ഭക്ഷണവും കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും വെറുതെ ഇരുന്നത് കിട്ടുമോ? സംഭവം ശരി തന്നെ. എന്നാലും രാവിലെ മുതലേ വൈകുന്നേരം 7 മണി വരെ നിൽക്കണ്ടേ? പിന്നെ വെറുതെ ഇരുന്നത് ആരെങ്കിലും കൊണ്ടുതരുമോ? ഇത്രയും കാലം ചോറും കറിയും വെക്കാനൊന്നും അറിയില്ലല്ലോ, അപ്പം അത് പഠിച്ചില്ലേ? രണ്ടാളും കൂടി വീട്ടുപണി ചെയ്യുന്നോണ്ടേ ആ പണിയാണെന്നേ തോന്നുന്നില്ല. നീ പറഞ്ഞ പോലെ റിസ്ക് എടുത്തപ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടാ. 4-5 ആളെയും വെച്ച് പുതിയ പണി തുടങ്ങിയിട്ടേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പണിയില്ലാണ്ടായപ്പോൾ ആ പേടിച്ചു. ഒരാഴ്ച വെറുതെ വിട്ടിരുന്ന്, പിന്നെ കുറേ ഓടിയിട്ടേ ഇപ്പോൾ ഒരു പുതിയ പണി കിട്ടിയിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച മുതൽ തുടങ്ങണം. വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാതായിട്ടൊന്നുമില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഇത്രയും കാലം ഞാൻ കൊണ്ടുവന്ന് വീട്ടു ചെലവിനെടുത്തിട്ട് ഒന്നും സേവിങ്സ് ഇല്ലല്ലോ. ഇപ്പോൾ ചെറിയൊരു എക്സ്ട്രാ വരുമാനമൊക്കെ ഇല്ലേ? ഒരു കാര്യം ചെയ്തോ, നീ ആ 8000 നേരെ എടുത്ത് ബാങ്കിലിട്ടോ കേട്ടോ. പൈസ ബാങ്കിലിട്ടാൽ ചെറിയൊരു പലിശയല്ലേ കിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എന്താക്കാനാ? ഈ പൈസ കൊണ്ടേ നമുക്ക് എന്തെങ്കിലും ചെയ്താലോ? ഈ 8000 കൊണ്ട് എന്ത് ചെയ്യാനാ സന്ധ്യ? 8000 തന്നെയല്ലേ ഏട്ടാ? ഇപ്പോൾ കുറേ ആൾക്കാരെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഡ്രസ്സിന് എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നില്ലേ? ആ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ടേ ഹോൾസെയിലായിട്ട് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പൈസക്ക് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സ് എടുത്താലോ? നീ എന്താ പറയുന്നത് സന്ധ്യ? എടാ, അതൊക്കെ നമ്മളിപ്പോൾ അവിടെ പോയി എടുത്ത് വന്നിട്ട് ഇത് ഓൺലൈനായിട്ട് എങ്ങനെ കൊടുക്കാനാ? അതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഉള്ളവർക്കല്ലേ, അവർക്കല്ലേ വിറ്റുള്ളൂ. നമ്മളൊക്കെ അവിടെ കൊണ്ടുവച്ചാൽ എങ്ങനെ വിറ്റ് പോരാ? അതിവിടെ തന്നെ കെട്ടിക്കിടക്കും. അങ്ങനെയൊക്കെ നോക്കി നടക്കും ഏട്ടാ. നമ്മുടെ അച്ചുവും മനുവും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം തൽക്കാലം ഇതിനെക്കുറിച്ചൊക്കെ അവരുടെ പേജിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ പോരെ? പിന്നെ ഇപ്പം ഇത് പഠിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് പഠിക്കാമല്ലോ. അല്ല, നിൻ്റെ ആഗ്രഹത്തിന് ഞാനിപ്പോൾ എതിര് നിൽക്കുകയൊന്നുമില്ല. കാരണം നീ പറഞ്ഞിട്ടേ നഷ്ടം സംഭവിച്ചിട്ടില്ല. അതല്ല, ഇപ്പം ഒരു മാസം പണിയെടുത്ത് പൈസ കൊടുത്ത് ഡ്രസ്സ് മേടിച്ചിട്ടേ ഒന്നും പോയില്ലെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടാ. പോയില്ലെങ്കിൽ പോണ്ട, എന്തായാലും എനിക്കിടാൻ പറ്റുന്ന ഡ്രസ്സല്ലേ, അത് ഞാൻ ഇട്ട് തീർത്തോളാം. എന്തായാലും നീ എടുത്തോ. ഇന്ന് ഞായറാഴ്ചയായിട്ട് ആ ഷോപ്പ് ഉണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും പോണേ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിൻ്റെ നമ്പറൊക്കെ ഒപ്പിച്ച എന്തായാലും നീ വിളിച്ചു നോക്ക്, ഉണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. ഇതുപോലെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് പേടി? ഞാൻ വിളിക്കട്ടെ. എടോ, ഇപ്പോൾ 8000 രൂപയ്ക്ക് ചുരിദാർ എടുത്തിട്ടേ ഒരു മാസമായിട്ട് ആ കൂടെ 1.5 വിറ്റുമായിട്ടുള്ളൂ. അതും ആ രേഖ തേച്ച്. ബാക്കി എന്താക്കുക? അത് സാരില്ല ഏട്ടാ. എന്തായാലും അച്ഛനോടും മനുവിനോടൊക്കെ ചോദിച്ചിട്ടേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ, അതന്നെ വലിയ കാര്യമല്ലേ. പിന്നെ ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. ഞാനേ എൻ്റെ പണിക്കാരോട് ചോദിക്കാൻ ആദ്യം മടിയായിരുന്നു, പിന്നെ ചോദിച്ചു. ഒരു മാസമായിട്ട് കെട്ടിക്കിടക്കല്ലേ. അപ്പോൾ നമ്മുടെ രാമേട്ടനല്ലേ, മൂപ്പറിൻ്റെ കുടുംബത്തിൽ എന്തോ ഒരു പരിപാടി ഉണ്ട് അത്രേ. അപ്പോൾ ഒരു 3 ഒരേപോലത്തുള്ള ചുരിദാർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആണോ? അല്ല, എന്നിട്ട് ഉണ്ട് പറഞ്ഞില്ലേ? ഉണ്ട് പറഞ്ഞു. നാളെ രാവിലെ പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞേ. പൈസ എത്രയാ പറഞ്ഞേ? വരുമ്പോൾ മേടിച്ചു തരാം. താങ്ക് യു ഏട്ടാ. ഞാനേ എന്നാലും ഇപ്പം തന്നെ പാക്ക് ചെയ്ത് തരാം. വേണ്ടടോ, നാളത്തേക്കല്ലേ, രാവിലെ ആക്കി തന്നാൽ മതി. അത് സാരില്ല, ആദ്യമായിട്ടില്ലേ 3 കിട്ടണേ. ഞാൻ ഇപ്പം തന്നെ പാക്ക് ചെയ്ത് തരാം. രാഹുലെ, നമ്മളെ ഇപ്പോൾ ഒരു 3-4 വീട് എടുത്തിട്ടുണ്ടേ. ഞങ്ങൾ 5 പണിക്കാരുണ്ട്. ഇവിടെ തന്നെയാണ്. ഒരു കാര്യം ചെയ്തു, നിങ്ങൾ വന്നിട്ട് നമ്മൾ പണിയെടുത്തൊക്കെ നോക്കിയിട്ട് പണി തന്നാൽ മതി. അല്ല, നമ്മുടെ കൂടെയുള്ളവർക്ക് നല്ല പണിക്കാരാണേ. ആ ശരി. ഓ, ദൈവമേ, കിട്ടിയാൽ മതിയായിരുന്നു. ഒരാഴ്ചയായില്ല ഇപ്പം പണിയില്ലാണ്ട്. അത് സാരമില്ല, അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഞാൻ പണിക്കാരെ തൽക്കാലം വേറെ മേസ്റ്റിലൂടെ അയച്ചാൽ അവരെ വെറുതെ ഇരുത്താൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ 3-4 എഞ്ചിനീയർമാരെ വിളിച്ചു നോക്കിയതാ. അവരുടെ കൂടെയൊക്കെ സ്ഥിരമായിട്ട് പോകുന്ന ആളുണ്ടേ. ഇപ്പോൾ രാഹുലുണ്ട്, നല്ലൊരു എഞ്ചിനീയറാണ്. അവർ കുറേ വീട് ചെയ്യുന്നുണ്ടേ. അപ്പോൾ എൻ്റെ സൈറ്റൊക്കെ ഞാൻ അവിടെ വന്ന് നോക്കാൻ പറഞ്ഞു. അവർക്കിപ്പോൾ തൽക്കാലം ആൾ വേണം. അവർ കിട്ടി രക്ഷപ്പെട്ടു. എന്തായാലും നന്നായി. ഞാൻ അന്നേ പറഞ്ഞില്ലേ തൽക്കാലത്തിന് പണിയില്ലെങ്കിലും ഏട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ പുതിയത് കണ്ടുപിടിക്കുന്നുള്ളത്. അല്ല, നിനക്ക് നാളെ ഇപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകണ്ടേ? അവരുടെ ഷോപ്പിൽ ലീവ് കിട്ടുമോ നിനക്ക്? ഞാൻ 2 ദിവസം ഷോപ്പിൽ ലീവ് പറയാൻ പോവാ. കുടുംബശ്രീയിലെ 51 ആൾക്കാർക്ക് ഒരേപോലത്തെ സാരി വേണമെന്ന് പറഞ്ഞു. എന്തോ ഫംഗ്ഷൻ ഉണ്ട് ഇത്രേ, അപ്പോൾ അത് അവർക്ക് ഒപ്പിച്ചു കൊടുക്കണ്ടേ. 51 സാരിക്ക് ഓർഡർ കിട്ടിയാ? എടാ, ഞാൻ എന്തായാലും ലീവല്ലേ, നമുക്ക് രണ്ടാം കൂടി എന്നപ്പോൾ ഇപ്പം തന്നെ പോയി എടുത്താലോ? വേണ്ട ഏട്ടാ, വലിയ ഓർഡർ അല്ലേ, അവർ നാളെ വീട്ടിലെത്തിച്ചു തരും.
നീ ബിസിനസ്സൊക്കെ പഠിച്ചു അല്ലേ? ആ പഠിച്ചു. പിന്നെ ഏട്ടാ ഈ ഡ്രസ്സുകളെല്ലാം കൂടി ഇവിടെ ആ റൂമിൽ വെക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അബ്ബാസ് സെങ്കിൻ്റെ അപ്പുറത്തെ ഒരു ഷോപ്പ് വെറുതെ കിടക്കല്ലേ, നമുക്കതൊന്ന് ചോദിച്ചു നോക്കിയാലോ? ആ അതിപ്പോൾ കുറേ കാലമായിട്ട് പൂട്ടിയിട്ടിരിക്കല്ലേ, നമുക്ക് ചോദിച്ചു നോക്കാം. ഒരു 4000 രൂപ വാടക കൊടുത്താൽ മിക്കവാറും കിട്ടുന്നതാ തോന്നുന്നു. കിട്ടിയ സൗകര്യമായി. ഒരു ബോർഡും കൂടി വെച്ചാലേ റീറ്റെയിലായിട്ട് കുറച്ച് ഡ്രസ്സും കൂടി കൊടുക്കാമല്ലോ. അത് ഞാൻ ഇപ്പം തന്നെ വിളിച്ചു നോക്കാം. പിന്നെ ഇപ്പം സാമ്പത്തികമായിട്ട് ചെറിയൊരു മാറ്റമൊക്കെ ഇല്ലേ? കുഞ്ഞിൻ്റെ കാര്യം നോക്കണ്ടേ? ഇപ്പം അത് വിളിക്ക്, അത് നമുക്ക് ആലോചിക്കാം. മത്സരത്തിന് തോറ്റേനാണോ അങ്ങനെ ഇരുന്ന് കരയുന്നത്? കുഞ്ഞ് ലാസ്റ്റാണ് ഓടിയെത്തിരുത്ത് അല്ലെ കുഞ്ഞ് വീണു. എന്നിട്ട് കുട്ടികളിലൊക്കെ അല്ലെ കളിയാക്കിയിട്ട് കുഞ്ഞ് ഇനി ഓടാൻ പോവില്ല. പങ്കെടുക്കണ എല്ലാത്തിലും ജയിക്കാൻ പറ്റുമോ? അത് സാരില്ല, മോനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലേ, അതന്നെ നല്ല കാര്യാട്ടോ. ഇനിയിപ്പോൾ ഒരു 5 മാസം കഴിഞ്ഞാൽ സ്കൂൾ മീറ്റ് വരുമല്ലോ, അതിൽ നമുക്ക് ഫസ്റ്റ് വാങ്ങിക്കാം. ഓക്കെ? ഇനി കുഞ്ഞു പോവില്ല, കുഞ്ഞ് ഓടാൻ പറ്റൂല. ആരാ അങ്ങനെ പറഞ്ഞത്? ഇവിടെയൊക്കെ എന്തോട്ടോ കുഞ്ഞു ഓടുന്നത്? അമ്മ ഇനിയും തൊട്ടാൽ കുട്ടികളെ കളിയാക്കും. അവരൊക്കെ കളിയാക്കോട്ടെ കുഞ്ഞൂസേ, എന്തായാലും അവൻ്റെ മുന്നിലൊക്കെ ഒരു മോനെ ജയിക്കണം എന്നൊരു വാശി വരില്ലേ? അപ്പം എന്താ ചെയ്യുക, രാവിലെ നേരത്തെ എണീറ്റിട്ട് കുറച്ച് ദൂരം പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം മീറ്റ് ആകുമ്പോഴത്തേക്കേ മോൻ ഫസ്റ്റ് ആകും. അമ്മ എല്ലാ ദിവസവും കുഞ്ഞിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല, കുഞ്ഞിക്ക് കളിക്കണ്ടേ? അപ്പോ റിസ്ക് എടുക്കാണ്ട് ഒന്നും നടക്കില്ല കൂട്ടിക്കുറുമ്പ. 5 വർഷം മുമ്പേ മോൻ്റെ അച്ഛൻ വെറും ഒരു തേപ്പിൻ്റെ പണിക്കാരനായിരുന്നു. നന്നായിട്ട് പണിയൊക്കെ അറിയാം, പക്ഷെ അച്ഛന് സ്വന്തമായിട്ട് തുടങ്ങാൻ ഒരു മടി. അപ്പം അമ്മ കുറേ മോട്ടിവേറ്റ് ചെയ്തു. മറ്റുള്ളവരുടെ കൂടെ പോയാൽ വെറും 1000 രൂപയിലേ കിട്ടുള്ളൂ, സ്വന്തം ആകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെയൊക്കെ ജീവിക്കാമല്ലോ എന്ന്. അച്ഛൻ ആദ്യമൊക്കെ മടിച്ചു, പക്ഷെ അവസാനം അമ്മ പറയണ കേട്ടിട്ടേ കുറച്ച് ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് പണിയൊക്കെ തുടങ്ങി. പക്ഷെ ആദ്യമൊന്നും കുറേ കിട്ടിയില്ലടാ. അച്ഛൻ അലഞ്ഞ് ഒരു എഞ്ചിനീയറിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ആ എഞ്ചിനീയറിൻ്റെ പണി ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അവരെന്ത് പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞിട്ട് പിന്നെയും വേറെ സൈറ്റിൽ പണികൾ കൊടുത്തു. അങ്ങനെ 5 പണിക്കാരിൽ അച്ഛന് പിന്നെ 7 ആളായി, പിന്നെ 10 ആളായി, 20 ആയി, 30 ആയി, 50 ആയി, അങ്ങനെ ഇപ്പോൾ 100 പണിക്കാരുണ്ട്. എല്ലാവരും അറിയണ നല്ല കോൺട്രാക്ടർ. അപ്പോൾ അന്ന് റിസ്ക് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ മിണ്ടാതിരുന്നാണെങ്കിലോ ഇപ്പോഴും ദാരിദ്ര്യം പറഞ്ഞ ആ വാടക വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. रतन भाई यार कितना बार कॉल कर दिया? ठीक है छोड़ दे अब मेरे को कल 20 आदमी चाहिए है ना? ठीक है छोड़ दे यार, काम है मालपुरम, बिल्डिंग का काम नहीं घर का काम है, अच्छा आदमी चाहिए। ये कौन सा वाला असम है? ठीक है मुश्किल नहीं यार, रूम मेरे पास है यार, वो लोग का आधार कार्ड है ना? हाँ बस ठीक है नहीं मैं आज आएगा, मेरे को वो लोग का काम देखना चाहिए. ठीक है अरे ഓക്കെ. എന്താണ് അമ്മയും കൂടെ എന്താ സംസാരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഒരു കഥ പറഞ്ഞു കൊടുക്കായിരുന്നു. അല്ലെന്ന് കുറേ ഓർഡർ അയക്കാണ്ട് പറഞ്ഞതല്ലേ? അത് സ്റ്റാഫ് അയച്ചോളും. ഇന്ന് കുഞ്ഞൂസ് ലീവാണത്രേ, അപ്പം ഞാൻ അവൻ്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിൽ പോകും അല്ലേടാ? എടാ കള്ള, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കുന്നുണ്ടല്ലോ. കുഞ്ഞൂസിൻ്റെ പ്രിൻസിപ്പൾ ഇപ്പോൾ അച്ഛനെ വിളിക്കും. എടാ ഞാനൊന്ന് മലപ്പുറം വരെ പോയിട്ട് വരാം കേട്ടോ, പുതിയൊരു വീടിന് പണിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പണിക്കാരും കൂടി വേണം. ടാറ്റാ. ഇതെല്ലാം വീഡിയോയിൽ മാത്രം നടക്കുന്നുള്ള കമൻറ്റ് ദയവായിട്ട് ആരും ചെയ്യാതിരിക്കുക. കാരണം പലരും കരുതുന്നത് നമ്മുടെയൊക്കെ ദാരിദ്ര്യം വിധിയാണെന്നാണ്. ഈ സാഹചര്യങ്ങളെയും ചുറ്റുമുള്ളവരെയും പഴിച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാമെന്ന് വിശ്വസിച്ച് കാലം തള്ളി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ഒറ്റ കാര്യം ഓർക്കുക, ജീവിതം എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് കാലമല്ല, അത് നമ്മുടെയൊക്കെ മനസ്സാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ ഒരു നിശ്ചയദാർഢ്യം മതി. പരാതികൾ പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ സ്വയം മാറാൻ തയ്യാറാണോ? കഠിനാധ്വാനം ചെയ്യാൻ മനസ്സ് വെച്ചാൽ അസാധ്യമായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.